ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ വയനാട്ടിലുള്ള മേപ്പാടിയിലുള്ള സ്ഥലത്ത് ആണുള്ളത്. അപ്പം നമ്മുടെ ഏലക്കൃഷിയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കാനയൊക്കെ കീറി അതിനെല്ലാം മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് ഉണ്ടല്ലേ, നല്ലോണം ഇടയ്ക്ക് നനയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഏലക്കായങ്ങൾ പറിക്കാനുണ്ട് ഒരു പ്രാവശ്യം കൂടെ. 3 പ്രാവശ്യം പറിച്ചിട്ടുണ്ട്. ഞാൻ നനയൊക്കെ എടുത്തുകൊണ്ട് പുതിയ ചിമ്പുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അത്യാവശ്യം ഒരു പച്ചക്കളറൊക്കെ ഉണ്ട്. പഴയതൊക്കെ മുറിച്ച് മാറ്റാനുണ്ട്. ഉണങ്ങിയ ശിഖരങ്ങളൊക്കെ ഇതിൻ്റെ കായങ്ങൾ എടുത്തതിന് ശേഷം പറിക്കാം, നന്നാക്കാമെന്ന് വിചാരിക്കുന്നു. അല്ല, എല്ലാം നല്ലോണം മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളപ്പറ്റുള്ള സ്ഥലമാണ്, അതുകൊണ്ട് കാന ലേശം താത്തി വെള്ളം നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയെല്ലാം ചെയ്തേക്കണതാണ് അല്ലേ. കാപ്പിക്ക് കവാത്തൊക്കെ എടുത്തു. ഉണങ്ങിയ കമ്പും ആവശ്യമില്ലാത്ത കമ്പുകളൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പരമാവധി എല്ലാ കൃഷികളും ഉണ്ട്. കുരുമുളകുണ്ട്, കാപ്പിയുണ്ട്, ഏലമുണ്ട്. പക്ഷേ കുരുമുളകൊന്നും ഇപ്രാവശ്യം തീരെ ഇല്ലായിരുന്നു. ഏതെങ്കിലും ഒരു കൃഷി തന്നെ ചെയ്താലേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിളവ് കിട്ടൂ. കാപ്പിയും ഏലമൊക്കെ നനയ്ക്കുന്നതുകൊണ്ട് കുരുമുളകിൽ നിന്നുള്ള വരുമാനം കുറയും. കമുകയിലാണ് കുരുമുളക് കയറ്റിയിരിക്കുന്നത്. കമുകെല്ലാം ഉണങ്ങി, എല്ലാം കേടുവന്ന് എല്ലാം ഉണങ്ങിപ്പോയി. ഇനിയിപ്പോൾ അതെല്ലാം വെട്ടി മാറ്റി പുതിയ കാലുകൾ വെച്ച് പിടിപ്പിക്കണം. ഓക്കെ, വീഡിയോ കണ്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈറ്റ് അങ്ങ് അടിച്ചേക്കുക. എന്തെങ്കിലും ഒരു കമൻ്റൊക്കെ ഇടുക. ഇത് ഏലം എന്ന് പറഞ്ഞാൽ വലിയ കേടൊന്നും ഇല്ലാത്തൊരു ഏലമാണ്. അധികം വിളവൊന്നും കിട്ടാറില്ല, എന്നാലും കുഴപ്പമില്ല. ചെറിയ കായാണ്, നാടൻ ഏലമാണ്. ഇവിടെ മൈസൂർ ഏലം മറ്റും പറയും. ഇഷ്ടംപോലെ ചിമ്പുകൾ വരും, പക്ഷേ കായ അധികം വലിപ്പമില്ല. അതുകൊണ്ട് അതിന് വില കുറച്ചേ വ്യാപാരികൾ തരത്തുള്ളൂ. ഓക്കെ, വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ.